ടീച്ചർ കമ്മൽ കയ്യിൽ വെച്ചോളൂ. 500 രൂപയുണ്ട്. ഇനിയും വല്ല ആവശ്യവും വരികയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞേച്ചാൽ മതി, ഞാൻ ഉള്ളത് കൊടുത്തേക്കാം. ഹാജിയാരോട് കുറച്ച് കാശ് കടമായിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആവശ്യം പറഞ്ഞപ്പോൾ ഹാജിയാർ പറഞ്ഞു കട ആക്കണ്ടെന്ന്. പലപ്പോഴായി ടീച്ചർ കൊടുത്ത വാടക തന്നെയായത്. എന്ന സമയം കളയണ്ട, 5 മണിക്ക് മുമ്പ് അക്കരെ ചെന്നാലേ ബസ് കിട്ടും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഭഗവതി, ഏട്ടന് നല്ലത് വരുത്തണേ. രക്ഷയില്ല. രുതിരം സർവഭൂഷണം, ശിവം ഭസ്മതുല്യം, ഏവം ക്ഷണഭങ്കുരം, ഗോവേ നഹി നഹി നഹി. അല്ല, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? അത് ഞാനല്ലോ മൂപ്പരല്ലേ പറയണ്ടത്. നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ എന്താ? അതെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? സർവഭൂഷണം രുതിരം, അത്ര തന്നെ. അല്ല, രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞ് ശിവം ഭസ്മതുല്യം, പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായിക്കൊണ്ട്, ഏവം ക്ഷണഭങ്കുരം, എത്ര പെട്ടെന്ന് ഇല്ലാതായോ, ഗോവേ നഹി നഹി നഹി, പശു ഈ ലോകത്തെവിടെയും നഹി നഹി നഹി. പല്ലി അലിച്ചു കേട്ടോ, സത്യം. എന്ന് വെച്ചാ തന്റെ പശുവിനെ ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചു കെട്ടി കൊന്ന് ഇറച്ചി വിറ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിന്ന് സാരം. എന്നാലും രാശി ഉഗ്രനാ. തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ. ഈ മേടം 15-ന് മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും. താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും. 100 കണക്കിന് പശു, 1000 ലിറ്റർ പാല്, ലോറിക്കണക്കിന് ചാണകം. പിന്നെ താൻ ആരാ? അതോടെ തന്റെ കല്യാണം നടക്കും. പിന്നെ വെച്ചടി കയറ്റമല്ലേ. ഒന്ന് പോ പണിക്കരെ, നിങ്ങളടുത്ത് കവടി തെറ്റിപ്പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞു. അത് ഞാൻ മറന്നു.